തിരുവനന്തപുരം പേരോക്കട മണികണ്ഠേശ്വരത്താണ് നമുക്കിതാ ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. 6 സെന്റിൽ ഏകദേശം 3700 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്ത് പണ്ട് കാലത്ത് കണ്ടുവന്നിരുന്ന കൊട്ടാരങ്ങളുടെ ഒരു ഡിസൈൻ രീതിയാണ് ഇതിനകത്തുള്ള ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഡിസൈന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ആ പല കാര്യങ്ങളിലും പല ഡിസൈനിലും നമുക്കത് കൃത്യമായിട്ട് വ്യക്തമാകുന്നുണ്ടാകും കേട്ടോ. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ പേരോക്കട ഭാഗത്തു നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ദിരാനഗർ വഴി മണികണ്ഠേശ്വരം ക്ഷേത്രത്തിന് തൊട്ട് മുന്നേ കാണുന്ന ആ ഒരു വഴി അതിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾ പേരോക്കട വട്ടിയൂർക്കാവ് റോഡിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ മണ്ണാമൂല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു പാലം ക്രോസ് ചെയ്ത ഉടനെ ഇടത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാലും മണികണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരിക. ക്ഷേത്രം കഴിഞ്ഞ ഉടൻ ഇടത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ഇത് ശരിക്കും ഇതിൻ്റെ ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ചതാണ് കേട്ടോ. അദ്ദേഹത്തിന് അവരുടെ മാതാവ് ഇങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഇപ്പം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതാണ്. പൂർണ്ണമായിട്ടും ഇഷ്ടികയിലാണ് ഇതിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഫുൾ തടിപ്പണി, ഇപ്പോൾ ഈ കാർ പോർച്ച് തന്നെയും ഫുള്ളായിട്ട് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. തടിയിൽ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഓട് മേഞ്ഞിരിക്കുകയാണ്. അതിന് ആ ഒരു ആർച്ച് കൊടുത്തിരിക്കുന്ന ഒരു നേപ്പാളിലുള്ള ഒരു ഡിസൈൻ്റെ ആ ഒരു ഇങ്ങനെ ഒരു ചെറിയൊരു ആർച്ച് കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഓട് പാകിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് ആ ഒരു ഡിസൈൻ എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. പൂർണ്ണമായിട്ടും നിലമ്പൂർ തേക്കാണ് നമുക്കിതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതാ ഈ ഭാഗത്തായിട്ട് ഒരു 2 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. നമുക്ക് വീട്ടിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു പടിപ്പുര കണക്കാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. ഇതിനകത്ത് ചുറ്റിലും നമുക്ക് കരിങ്കല്ലാണ് പാകിയിട്ടുള്ളത് കേട്ടോ. ഈ രീതിയിൽ കരിങ്കല്ല് പാകിയിട്ടുണ്ട്. വീടിനുള്ളിലും വന്നിട്ട് എല്ലാം ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ചെറിയൊരു സിറ്റ് ഔട്ട് നമുക്ക് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതുപോലെ വാതിൽ വരുന്ന രീതിയിൽ ചെറിയൊരു സിറ്റ് ഔട്ട് വരും. കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഇരിക്കാവുന്ന രീതിയിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ തടിപ്പണികളെല്ലാം തന്നെ തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് പോയിട്ടാണ് നമ്മുടെ ലിവിങ് സ്പേസിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ലിവിങ് സ്പേസ് വരുമ്പോൾ ഇങ്ങനെ 2 പാളികളിലായിട്ടാണ് വാതിൽ വരുന്നത്. കയറി വരുമ്പോൾ ഇവിടെ നമ്മുടെ സോഫാസൊക്കെ അറേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു പാർട്ടിഷൻ കൊടുത്തതിന് ശേഷം ഈ ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലുള്ള സ്പേസിലൊക്കെ സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തും നമുക്ക് സ്റ്റോറേജ് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ടൊരു പൂജാമുറി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കിച്ചൺ ഏരിയയാണ്. കിച്ചണിൽ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കൊക്കെ അടച്ചിട്ട് എടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ വർക്ക് ഏരിയ കാണാം. ഇവിടെ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് എല്ലാം സ്റ്റോറേജ് ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആ സൈഡിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു വാതിൽ കൊടുത്ത് നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസാണ് വരുന്നത്. ബാത്റൂം എല്ലാ റൂമുകളിലും നമുക്ക് ഇതുപോലെ സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലൊരു ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയിട്ടുള്ള കബോർഡ് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഇതുപോലൊരു കസേരയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ അല്ലാണ്ട് ഒരു മിററും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. അതിനായാലും ഈ പറഞ്ഞ പ്രൊവിഷൻസ് എല്ലാം ഈ റൂമിലും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ആയിട്ട് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം തേക്കുന്നടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് വീടിനുള്ളിലുള്ള ഫ്ലോറിംഗ് ഫുള്ളായിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു ഗ്രിപ്പ് വരുന്ന രീതിയിലുള്ള ഗ്രാനൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ റെയിലിംഗ് എല്ലാം തന്നെ തേക്കുന്നടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ നല്ലൊരു കോമൺ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് TV യൂണിറ്റ് വെക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ 2 ബെഡ്റൂമുകളാണ്. പക്ഷെ താഴത്തെ നിലയേക്കാളും കുറച്ചുകൂടെ വലിയ ബെഡ്റൂമാണ് ഈ ഒരു നിലയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ നിന്ന് നമുക്കൊരു ഡ്രസ്സിംഗ് റൂമിലേക്ക് എൻട്രി വരും. ഡ്രസ്സിംഗ് റൂമിലായിട്ട് നമുക്കിതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. താഴെ കണ്ട സിമിലർ രീതിയിൽ കബോർഡും ഒരു ഇരിപ്പിടവും എല്ലാം കൂടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതും നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ്. താഴത്തെ നിലയിൽ കണ്ടതിനെക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള റൂമാണ്. ഇതുപോലെ ഒരു ഡ്രസ്സിംഗ് ഏരിയ, ബാത്റൂമും കാണാൻ സാധിക്കും. നമുക്കിതാ ഇവിടെ നിന്ന് പിൻവശത്തേക്ക് ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി വരും. ഈ ഒരു ഓപ്പൺ ടെറസും ഫുള്ളായിട്ട് തടിയിൽ ഇതുപോലെ
വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഓട് പാകിയിരിക്കുവാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടൊരു കല്ലിലുള്ള ഒരു ഇരിപ്പിടമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. പിൻവശത്തേക്കൊന്നും ഇപ്പോൾ അധികം വീടുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നമുക്കതുപോലെ മുൻവശത്തേക്ക് നല്ലൊരു ബാൽക്കണി സ്പേസ് കൂടെ വരുന്നുണ്ട്. ഈ ബാൽക്കണി സ്പേസിൽ ഇതുപോലൊരു കിളിവാതിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ വിസിറ്റ് ചെയ്തവർക്ക് അറിയായിരിക്കും. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ മോഹൻലാലൊക്കെ നോക്കൂലേ, ഏകദേശം അതുപോലത്തെ ഒരു കിളിവാതിൽ നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ പണ്ട് കാലത്ത് ഇപ്പോൾ കൊട്ടാരത്തിനകത്തിരുന്നുകൊണ്ട് പുറത്തെ കാര്യങ്ങൾ വീക്ഷിക്കാനായിട്ട് ഇതുപോലുള്ളൊരു സാധനം നമുക്ക് പത്മനാഭപുരം പാലസ് പോകുമ്പോൾ അവിടെ ഗൈഡ് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ടാകും കേട്ടോ. അതുപോലൊരു രസമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് ഇരിപ്പിടങ്ങളുണ്ട്. ഇതുവഴി നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഈ പ്രോപ്പർട്ടിക്ക് ഇവർക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിന് മേളിൽ ഏകദേശം 2.25 കോടിയോളം രൂപ ഇതിനകത്ത് ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിർമ്മാണത്തിൻ്റെ, അതായത് സ്റ്റാർട്ടിങ് മുതൽ ഇതുവരേക്കുള്ള കോസ്റ്റും കാര്യങ്ങളും എല്ലാം അവർ തരുന്നുണ്ടാവും. ആ ഒരു പ്രൈസ് തന്നെയാണ് അവർ ചോദിക്കുന്നത്. എങ്ങനെയാ വെച്ചാൽ ഇതിനകത്ത് പൂർണ്ണമായിട്ട് ചിലവാക്കിയ കോസ്റ്റ് എത്രയാണോ അതേ ചോദിക്കുന്നുള്ളൂ. 2.25 കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ആ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നേരിട്ട് ഉടമയായിട്ട് സംസാരിച്ച് ഡീലാക്കുക.